ബാല്യകാല ജീവിതം അതികഠിനം. ഇപ്പോൾ ജീവിതം വളരെ സന്തോഷം. മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മികച്ച കർഷക സ്നേഹിയുമായ പയ്യാവൂരിലെ ശ്രീ തോമസ് അയ്യങ്ങാനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. തോമസ് ചേട്ടൻ ഈ മാധ്യമ രംഗത്തേക്ക് കടന്നു വരാനിടയായ ഒരു സാഹചര്യം പറയാമോ? എൻ്റെ പിതാവാണ് ആദ്യം തുടങ്ങി വെച്ചത്. പിതാവിൻ്റെ സഹോദരനുണ്ട് ജോസഫ് അയ്യങ്ങനാൽ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും ഉപയുക്ത കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ 10 രൂപ പുള്ളിക്ക് പറ്റിയല്ല. അങ്ങനെ വന്നു പുള്ളി കോട്ടയത്ത് പോയി, പാലായി പോയി. ഇപ്പോൾ നാട് പാലായാണ്. കോട്ടയത്ത് പോയി മനോരമയിൽ ചെന്ന് ഇങ്ങനെ ഒരു ഏൻസിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. അന്ന് ഈ ഭാഗത്തൊന്നുമില്ല. മടമ്പം, ചെങ്ങളായി, ശ്രീകണ്ഠപുരം, ചെമ്പേരി, കുടിയാമല, പുലിക്കുരുമ്പ, അരീക്കമല, നടുവിൽ, പിന്നെ പൈസഗിരി, ചന്ദനക്കാമ്പാറ, ഇങ്ങനെയുള്ള ഭാഗത്തോടൊന്നും അന്ന് പത്രങ്ങളിൽ തന്നെ 5-6 പഞ്ചായത്തുകളുണ്ട്. ഉണ്ട്. അന്ന് പഞ്ചായത്ത് 2 മറ്റേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ 5-6 പഞ്ചായത്തുണ്ട്. അവിടെ ഇന്നും പത്രം ഇങ്ങനെ പാവൻ ഏനിസ് എടുത്തു, 100 പത്രം എടുത്തു. അങ്ങനെ ഏനിസ് തുടങ്ങിയപ്പോൾ അന്ന് പാപ്പൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് ശ്രീകണ്ഠൻ്റെ അടുത്ത് നിന്ന് അന്ന് ലോറിയൊക്കെ ഉള്ളൂ, ബസ്സൊന്നും ജീപ്പൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു ജീപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ലോറിക്കാരുടെ അടുത്ത് കൊടുത്തു വിടും. പിന്നെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ചെമ്പേരി അവിടുന്ന് ഹൈസ്കൂളിൽ നിന്നും പയ്യാറുന്ന ഹൈസ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് പിള്ളേരുടെ അടുത്ത് പേപ്പർ കൊടുത്തു വിടുമായിരുന്നു സ്കൂൾ വിട്ട് കഴിയുമ്പോൾ. അല്ലാണ്ട് വീട്ടുകാർ കൊണ്ടേ കൊടുക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കടയക്കൂടെയൊക്കെയാണ് അന്ന് കൊടുത്തത്. 4-5 പേപ്പർ ഒരു കടയൊക്കെ ഇട്ട് അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 100 പത്രം എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ ഈ 100 പത്രം കൊണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പാപ്പൻ വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചന്. അപ്പം പറഞ്ഞിങ്ങനെ ഞങ്ങൾ 6 ആണുങ്ങളായിരുന്നു എൻ്റെ ചാച്ചനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളപ്പം ചെറുപ്പമായിരുന്നു. നമ്മൾ 7 കഴിഞ്ഞപ്പോൾ എനിക്ക് 12 വയസ്സ്. അതിന് മുകളിലുള്ള മൂത്ത ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ പണികളൊന്നുമില്ല. അന്നത്തെ കാലത്തൊന്നും ഇല്ല, വിദ്യാഭ്യാസമൊന്നുമില്ല. എല്ലാ 10ാം ക്ലാസ്സിലൊക്കെ നിർത്തി ചെയ്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് തുടങ്ങിയ പത്രത്തിൻ്റെ വഴി നല്ലതെന്ന് പറഞ്ഞ് പാപ്പ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ വന്ന് തളിപ്പറമ്പിലെ കുഞ്ഞുമച്ചാൻ എന്ന് പറഞ്ഞ ആളെയും കൂട്ടി വീട്ടിൽ വന്ന് ചാച്ചൻ ഏൻസി എടുപ്പിച്ചു. അങ്ങനെയാണ് ചാച്ചൻ ആദ്യമായിട്ട് ഏൻസി 66 ചാച്ചൻ ഏൻസി എടുക്കുന്നത്. അന്ന് ഏൻസി എടുത്തപ്പം പയ്യാരി ഏൻസി ചാച്ചൻ്റെ പേരിലും രണ്ടാമത്തെ സഹോദരൻ്റെ പേരിൽ ജോസ് അതിൻ്റെ പേരിൽ പൈസക്കിൽ ഏൻസി എടുത്തു. അങ്ങനെ ഏൻസി തുടങ്ങി. ചേട്ടന് സുഖമില്ലാണ്ട് വരുമ്പോൾ ഞാൻ പേപ്പറിന് പോകുമായിരുന്നു. മൂത്ത ചേട്ടന് പോകുമായിരുന്നു സഹായിക്കാനായിട്ട്. അങ്ങനെ പോയി പത്രം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ പത്രം വേണ്ടതുണ്ടായിരുന്നു. അന്ന് ശ്രീകണ്ഠനും പോയിട്ടാണ് പത്രം എടുത്തുകൊണ്ടിരുന്നത്. അത് 5:30-6 മണിക്കൊരു ബസ് വരും, സ്റ്റേറ്റ് ബസ്. ആ ബസ്സില്ലെങ്കിൽ 9 മണിക്കേ ബസ് വരുള്ളൂ. അന്ന് ആദ്യകാലങ്ങളിൽ നടന്നാണ് പത്രം എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സൈക്കിളിലായി. ഞാൻ പോകുമ്പോൾ സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. അവിടെ സൈക്കിൾ വന്നിട്ട് ഇവിടെ പയ്യാവൂർ പഞ്ചായത്തിലും ഇന്നത്തെ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. രാത്രി വരെ ഉണ്ടായിരുന്നു വിതരണം. 9 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സൈക്കിളൊക്കെ അല്ലേ വരുന്നത്. മഴയും ഒക്കെ ആകുമ്പോൾ ചമതച്ചാൽ അവിടെയെല്ലാം പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ താമസിച്ചൊക്കെ പോകും. നടന്നൊക്കെ വരുമ്പോൾ അത് സന്ധ്യക്കൊക്കെ പല പ്രാവശ്യം പേപ്പർ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ചാനക്കാമറയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു 6:30 ആകുമായിരുന്നു. സജീവമായ കൃഷിക്കാരായിരിക്കാം, മികച്ച കൃഷിക്കാരായിരിക്കാം. പക്ഷേ അവരെ ലോകം അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെ തോമസ് ചേട്ടൻ ഒരു മാധ്യമത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ ലോകമറിയുന്നവരാക്കി മാറ്റി വളരെയധികം അംഗീകാരങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ തോമസ് ചേട്ടൻ്റെ വാർത്ത കാരണമായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് ഓർമ്മയിൽ പറയാമോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒത്തിരി കർഷകരുണ്ട്. ഞാൻ പറഞ്ഞ കുരുമുളക് പാപ്പച്ചൻ പക്ഷേ ആരും അറിയാലായിരുന്നു. ഞാൻ പത്രത്തിൽ കൊടുത്തതിന് ശേഷം ആൾക്കാർ അറിയുന്നത്. പുള്ളി അതിന് ശേഷം അവിടെ വന്നിട്ട് ഇവിടെ 1000കണക്കിന് തലകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ടാക്കിയിട്ട് കവറിൽ കൊടുത്ത് തൈ കൊടുക്കുകയും പിന്നെ അതെല്ലാം അറിഞ്ഞ് നാട്ടിലെല്ലാം അറിഞ്ഞിട്ട് അങ്ങനെ പുള്ളി പ്രശസ്തനായി. പുള്ളിക്ക് രാഷ്ട്രീയ മണ്ഡലം കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കശുമാവ് വേവിച്ചിട്ടുണ്ട് ബേബി. പുള്ളിക്ക് ഇതുപോലെ ഞാൻ കശുമാവിനെ പറ്റി ആർക്കും അറിയത്തില്ലായിരുന്നു. ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടി. അതെല്ലാം പത്രത്തിൽ നമ്മൾ കൊടുക്കും. MLAയും പഞ്ചായത്തും അങ്ങനെ കൊടുത്ത് അവാർഡുകളെല്ലാം കൊടുക്കുന്നതിനെല്ലാം ഫോട്ടോകളെല്ലാം നമ്മളെടുത്ത് പത്രത്തിൽ കൊടുത്ത് അങ്ങനെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി അവരെല്ലാം ഇതിലൂടെയാണ് ആൾക്കാർ അറിയുന്നത്. പത്രത്തിലൂടെ ആൾക്കാർ അറിഞ്ഞ് കൃഷി അറിയുന്നത്. അങ്ങനെ വന്ന് ഒത്തിരി ആൾക്കാർ വന്ന് പിടിക്കുകയും ചെയ്യും. അതിൻ്റെ സന്തോഷം പുള്ളി നമുക്കും പങ്കുവെക്കുമായിരുന്നു. ഓരോരുത്തർക്ക് പാവച്ചനായിട്ട് ഡൽഹിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം 1 കിലോ ലഡുവായിട്ടാണ് വീട്ടിൽ വന്ന് അതൊക്കെ തരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ വന്നത്. 1 കിലോ ലഡുവായിട്ട് പുള്ളി 5000 എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു.
അങ്ങനെ പത്രത്തിൽ കൊടുത്ത് അതാണ് എനിക്കിങ്ങനെ അവാർഡ് കിട്ടിയെന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് അതൊക്കെയാണ് നമ്മളെ ആൾക്കാരെ അറിയിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ആ ചിരട്ടയിൽ കരകൗശല ശില്പം ഉണ്ടാക്കുന്നില്ലേ, ചന്ദ്രകാമറ എടുത്തിട്ടുണ്ടായിരുന്നു കാക്കലിയിൽ, എൻ്റെ ജിനേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും തോന്നുന്നു, അവനുണ്ടാക്കുന്നത്. അതിൻ്റെ നമ്മളിങ്ങനെ പത്രത്തിൽ കൊടുത്തു. ആ മനോരമക്കാരിൽ അവിടെ വന്ന് പിന്നെ അവൻ്റെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്തു, അവൻ്റെ ഐറ്റംസ് കൊടുത്തു. അങ്ങനെയൊക്കെ അവനും പ്രശസ്തനായി. ഇത് തന്നെ തൃശ്ശൂരിൽ നിന്നെന്തോ വലിയ ലോണെല്ലാം കിട്ടി. അവൻ അതിൻ്റെ ഒരു ഫാക്ടറി തന്നെ അവനുണ്ടാക്കി. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാക്കി വലിയ ആൾക്കാരൊക്കെ പെടുന്നത്. അവനതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടുമായിരുന്നു. കൃഷിയാണല്ലോ നമ്മുടെ ജീവിത മാർഗ്ഗമുള്ളത്. കൃഷിക്കാർ എന്തെങ്കിലും നമ്മൾ പത്രം വിറ്റാൽ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ അന്നത്തെ ഇന്നത്തെ പോലെ എംപ്ലോയീസ് ഒന്നും പണ്ട് കാലത്തൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കൃഷിക്കാരാണ്. അണ്ടിക്ക് വിലയുണ്ടെങ്കിൽ റബ്ബറിന് വിലയുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒറ്റുണ്ടായിരുന്നു. ഒരു കാലത്ത് അണ്ടിക്കുണ്ടെങ്കിൽ കശുവണ്ടിക്കുണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇപ്പോൾ റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറിനെല്ലാം പോയില്ലേ. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ ഇഷ്ടംപോലെ വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. റബ്ബർ കർഷകർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അല്ലാത്ത ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ. ഇന്നത്തേക്കാൾ കൂടുതലായിരുന്നല്ലോ അന്നൊക്കെ. ഉരുൾപൊട്ടലാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും വീടുകളിൽ വന്ന് മാറാരോഗങ്ങൾ വന്ന് മരിക്കുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇന്നത്തേക്കാൾ കൂടുതൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ, മുൻകാലത്തുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ തോമസേട്ടൻ്റെ സ്ഥലങ്ങളിലൊക്കെ പോവുകയും വാർത്തകൾ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോകാറുണ്ടായിരുന്നു. ഈ ആടാമ്പാറ അപൂർവ രോഗത്തിനടിമയായ സഹോദരങ്ങൾ 3 പേരുണ്ട്, 3 പെൺമക്കൾ അപൂർവ രോഗത്തിനടിമയായുണ്ട്. അവരുടെ വാർത്തകൾ കൊടുത്ത് കുറേ സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ വാട്സപ്പ് ഇങ്ങനെയുണ്ട്. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാം പത്രത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ ചന്ദ്രകാമറ ഉരുൾപൊട്ടൽ വലിയ സംഭവമായിരുന്നു. അത് നമ്മൾ പത്രത്തിൽ കൊടുത്തു. മനോരമയിൽ നല്ല ആൾക്കാർ വന്നിട്ട് ഇതിനെപ്പറ്റി ഉരുൾപൊട്ടൽ എന്ത് എങ്ങനെ എന്തിന് എന്ന് ചോദിച്ചിട്ട് ഒരു വലിയൊരു സംഭവം ആക്കിയിട്ട് മനോരമ എന്താ പറയുക പോസ്റ്ററിൽ അടിച്ച് നമുക്ക് തരിക. നമ്മളതെല്ലാം പയ്യാർ പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും വെക്കും. അവർ സെമിനാർ നടത്തി ഇവിടെ. അന്ന് 3 സ്ഥലത്താണ് ഉണ്ടായത്. കുടിയാമല, ചന്ദനക്കാമ്പാറ, ഇവിടെ ഉരുപ്പുംകുറ്റി. ഈ 3 സ്ഥലത്ത് ഒരു കാലത്ത് ഉണ്ടായി. ഞാൻ വർഷം ഓർക്കുന്നില്ല ഏതാണെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വാർത്ത കൊടുത്ത് വലിയ ഫ്രണ്ട് പേജിലൊക്കെ വാർത്തയെല്ലാം വന്നായിരുന്നു. ആ വാർത്തയെല്ലാം വന്ന് ഇങ്ങനെ വന്നപ്പോൾ അവർ വലിയ സെമിനാറൊക്കെ നടത്തി. അപ്പോൾ ചന്ദ്രക്കാമ്പാറയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാർ, വലിയ സംഭവമായിരുന്നു. 1000-ലധികം ആൾക്കാർ ആ സെമിനാറിൽ പങ്കെടുത്തു. കശുവണ്ടിയുടെ വിലയോ റബ്ബറിൻ്റെ വിലയോ പയ്യാവൂരിലോ പൈസക്കരിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനുമുള്ള ഒരു മാധ്യമം കൂടിയായിരുന്നു ഒരു കാലത്ത് തോമസേട്ടൻ അല്ലേ? അതെ. ഓരോ സ്ഥലത്ത് ആ പണ്ട് കാലത്തൊന്നും വേറെ വാർത്താവിനിമയങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വില തന്നെ തലേദിവസത്തെ 2 ദിവസം മുമ്പിലത്തെ വാർത്തകളൊക്കെ ആയിരിക്കും വിലയാണ് വരുന്നത്. അപ്പോൾ 5000 രൂപ വിലയാണ് അണ്ടിക്ക്. അതിന് പൈസക്കിൽ വേറെ വിലയായിരിക്കും. ചന്ദ്രക്കാമ്പാറ വേറെ വില, അതുപോലെയൊക്കെ ആയിരുന്നുണ്ട്. അപ്പം 5000 മെയിനുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടേ കൊടുക്കാനുള്ള സൗകര്യത്തിന് 5000 എത്രയാണ് വിലയെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു. അന്ന് ലാൻഡ് ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളറിയാം കടയുടെ വില അറിയാം. പലരും നമ്മളോട് ചോദിക്കുക എത്രയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ 5000 ഇന്ന കടയിൽ ഇത്ര രൂപയുണ്ട്, മറ്റേ കടയിൽ ഇത്ര രൂപയുണ്ട് എന്നാലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു വരിക്കാരോട്. വരിക്കാരല്ല ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഇപ്പോൾ എത്ര ഉണ്ടെന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ അവർ കട സെയിൽസ് എല്ലാം ചെയ്യുമായിരുന്നു. സാധാരണ എല്ലാവരും രാവിലെ ഒരു 6:30-7 മണിക്കാണല്ലോ തോമസേട്ട എണീറ്റ് അവരുടെ പണികൾ തുടങ്ങുന്നത്. തോമസേട്ടൻ്റെ ഒരു ദിവസം എപ്പോഴാണ് തുടങ്ങുന്നത്? ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് 3 മണിക്കാണ് അലാറം വെച്ചിരിക്കുന്നത്. 2:30 തന്നെ എഴുന്നേക്കും. അതിൻ്റെ 2:30 എഴുതുമ്പോൾ കട്ടക്കാപ്പെല്ലാം കുടിച്ച് 3-3:30 ആകുമ്പോഴത്തേക്കും 4 മണിക്ക് മുമ്പായിട്ട് പയ്യാരും എത്തും. അന്നേരം പത്രം എത്തും. അപ്പോൾ കുറേ പിള്ളേരുണ്ട്, 10-15 പിള്ളേരായിരുന്നു ആദ്യകാലത്തൊക്കെ. ഇപ്പം കുറവാണ്. 15 പിള്ളേർ. ഇവർക്കെല്ലാം പത്രം എല്ലാം എടുത്ത് കൊടുക്കുകയും പിടിക്കുകയെല്ലാം ചെയ്ത് ഞാനിങ്ങനെ കാഞ്ഞിരക്കല്ല് വരെ ഇത് പോകണം എനിക്ക്. അതെല്ലാം പോയിട്ട് ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത്. 3 മണിക്ക് തുടങ്ങും ദിവസം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് എത്ര മണിക്കാണ്? അവസാനിക്കുന്നത് രാത്രി 12 മണിക്കൊക്കെയാണ്. ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പേ 12 മണി വരെയാണ് ഇവർക്ക് വേണ്ടി ഓരോരുത്തരും വെയിറ്റ് ചെയ്യും. ഞാൻ ഈ വാർത്തയും കൊടുക്കുന്നുണ്ട് പത്രത്തിന് കൊടുത്തില്ല. വളരെ വിഷമമായിരുന്നു. ഒരിടയ്ക്കൊക്കെ കൊറോണയ്ക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര ഇതായിരുന്നു. പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഫോൺ കിട്ടാണ്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ വന്നിട്ടൊക്കെ ചരമം തരും 12 മണിക്കൊക്കെ. തോമസേട്ടാ ഇന്നിപ്പം വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാർത്തകൾ പെട്ടെന്ന് നമുക്ക് തൽക്ഷണം നമ്മുടെ മുന്നിലെത്തും. ഈ ആദ്യ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ വാർത്തകൾ കൈകാര്യം ചെയ്ത്? പണ്ട് കാലത്തൊന്നും ചർമ്മങ്ങളൊന്നും കുടിക്കാനായിരുന്നു. ജില്ലയിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ ചർമ്മം കൊടുക്കുകയുള്ളൂ. വാർത്തകളും വളരെ കുറവായിരുന്നു. ഒരു 1/2 പേജൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ണൂർ സ്റ്റേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് വേണ്ടി 1 പേജ് 2 പേജും പ്രാദേശിക പേജും അല്ലാണ്ടൊക്കെ 2 പേജുണ്ട്. പ്രാദേശികവും ജില്ലാ പേജും ഒക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്. അതിന് മുമ്പൊക്കെ 1 പേജൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണൂരിന് തന്നെ ഒരു പേജായിരുന്നു കോഴിക്കോട് സ്റ്റേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ വാർത്ത കണ്ണൂർ കൊണ്ടേ കൊടുക്കുമായിരുന്നു. കൊണ്ടുപോയിരുന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് ബസ്സിന് കവറിന് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. കവറിൽ വാർത്ത അയച്ചേച്ച് വിളിച്ചു പറയും. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും കൊടുത്തിട്ട് ആ സമയമാകുമ്പോഴാണല്ലോ ലാസ്റ്റത്തെ വാർത്ത തരും. അവസാനത്തെ വാർത്തയും കിട്ടി ലാസ്റ്റ് ബസ്സിന് കൊടുത്തയച്ചിട്ട് കവർ വിളിച്ചു പറയും. അങ്ങനെ എടുക്കും. പിന്നെ അതിനുശേഷം ഫാക്സ്, മെയിൽ ഒക്കെ അയക്കാൻ തുടങ്ങി. ആദ്യകാലത്തൊക്കെ ആയിരുന്നു വാർത്ത കൊടുക്കാൻ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ചാനക്കാമ്പാറ വർഷങ്ങളായിട്ടുള്ള ഒരു 40 വർഷത്തോളം ബാസ്കറ്റ് ബോൾ ഉണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ്. അത് ഓൾ കേരള ബാസ്കറ്റ് ബോൾ എല്ലാവരും പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് വലിയ പരിപാടി, 5 ദിവസത്തെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ലാസ്റ്റ് 5 മണിക്ക് വയ്യാന്ന് ബസ്സുള്ളത്. അപ്പോൾ ആ ബസ്സിന് നമുക്ക് ഫോട്ടോ എടുത്ത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തന്നുവിടും, സ്റ്റുഡിയോക്കാരൻ തന്നുവിടും. ആ സാധനങ്ങൾ നമ്മൾ കണ്ണൂർ പോവും. കണ്ണൂർ പോയിട്ട് അവിടെ ലാബിൽ കൊടുത്ത് ഇത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഇതെടുത്ത് എല്ലാ ഓഫീസിലും കൊണ്ടു കൊടുക്കും. എല്ലാ ഓട്ടോറിക്ഷയ്ക്കും കൊണ്ട് കൊടുക്കുന്നത്. ഇത് കണ്ണൂർ ഇവിടെയാണ് താണ അല്ല ഇവിടെയാണുള്ള. അപ്പോൾ ഒരു കാലത്തല്ല ഇപ്പോഴും
ഈ മലയോര മേഖലയിലുണ്ടാവുന്ന നല്ല കാര്യങ്ങളെയും ദുരനുഭവങ്ങളെയും എല്ലാം മാധ്യമത്തിലൂടെ പുറലോകത്ത് എത്തിക്കുന്നതിൽ ആദ്യത്തെ പങ്ക് വഹിക്കുന്ന ആൾ തോമസ് ചേട്ടനാണ്. ആദ്യകാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ലേ പ്രാദേശികമാർ ശ്രീകണ്ഠത്തൊക്കെ ഓഫീസ് വന്നത്. അതിനുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മനോരമയിൽ ആദ്യമായിട്ട് ഫ്രണ്ട് പേജ് കളർ വാർത്ത വന്നത്, കളർ ഫോട്ടോ വന്നത് ആടാമ്പറ ഒരു പാലം നാട്ടുകാർ നിർമ്മിച്ചൊരു പാലം ഒലിച്ചുപോയി. ആ പാലത്തിൻ്റെ വാർത്തയായിരുന്നു മനോരമ ഫ്രണ്ട് പേജ് വന്നു. ബാസ്ക്കറ്റ് ബോൾ അതും ഫ്രണ്ട് പേജ് 95-96 തോന്നുന്നു. ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത വന്നു. ഫ്രണ്ട് പേജിൽ കുന്നത്തൂർ പാടി മുത്തപ്പൻ്റെ ഇപ്പോഴത്തെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് ആ വാർത്ത അന്ന് തന്നെ രാത്രിക്ക് തന്നെ കൊണ്ട് കൊടുത്ത് ആ വാർത്ത അന്ന് തന്നെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പല സംഭവങ്ങളും ഇങ്ങനെ മാധ്യമ ശ്രദ്ധയിലൂടെ ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണോ ഇപ്പോൾ ഈ ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന രഹസ്യം? തീർച്ചയായിട്ടും അതെ. വാർത്തകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര ഇതാണ്. ഞാൻ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പണ്ട് കാലത്തെല്ലാം ഓരോ കുടിയിറക്ക്, ഷിമോ കോളനിയിലെ കുടിയിറക്ക്, അങ്ങനെ എന്നെല്ലാം പറഞ്ഞ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ആ സ്ഥലത്ത് നമ്മൾ നേരിട്ട് ഇല്ലുവല്ലേ ചെയ്യുന്നത്. കാഞ്ഞിരക്ക് കുരങ്ങമല കുടിയിറക്ക്, കാഞ്ഞിരക്കിലെ കാട്ടാനശല്യം. ഇപ്പം എല്ലാ സ്ഥലത്തും കാട്ടാനശല്യമായി. ഒന്ന് ക്ലിക്ക് 110 പറഞ്ഞൊരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ നമ്മൾ പോകുന്നത് ഓരോ തെങ്ങെന്നെല്ലാം പറഞ്ഞാൽ 10, 200, 300 തേങ്ങയ്ക്കുള്ള തെങ്ങും കൊല അതുപോലെ കിടന്ന് കാട്ടാന ചവിട്ടി പൊട്ടിച്ച് അതിങ്ങനെ കിടക്കുന്ന തെങ്ങ്, അതിൻ്റെ വാഴ, കുലച്ച വാഴ, ഏത്തവാഴകളെല്ലാം ചവിട്ടി ഇതാക്കിയിട്ട് കുറേ തിന്നാതെ അത് കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരികയായിരുന്നു. ദയനീയമല്ലേ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ച് കാണുമ്പോൾ. ഒരു ഭയങ്കരം തന്നെയാണ്. അതിന് പ്രതിക്ഷോഭത്തിലും ഇങ്ങനെയുണ്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കാട്ടാനശ്ശേരിയാണ് ഏറ്റവും വലുത്. പല സ്ഥലങ്ങളും വഞ്ചി ആടാമ്പാറ, ചാഞ്ഞിരക്കുള്ളിലൊക്കെ ഭയങ്കര കാട്ടാനശ്ശേരിയായിരുന്നു ആദ്യകാലത്ത്. അതൊക്കെ ഒരു ദയനീയമാണ്. കാഴ്ചകൾ കാണാൻ തന്നെ പറ്റിയാണ്. നമുക്ക് തന്നെ മനസ്സ് വേദനിക്കും. പിന്നെ അവരുടെ അവസ്ഥയും അവർ നമ്മളോടൊക്കെ വിവരിക്കുമ്പോൾ, ഈ സംഭവം വിവരിക്കുമ്പോൾ, ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് വിവരിക്കുമ്പോൾ ഉണ്ടായിരുന്നെല്ലാം പോയി എന്നും പറഞ്ഞു ഇത് വരണ്ടായിരുന്നു തോന്നി. അത്രയ്ക്കും വലിയ ഇതായിരുന്നു. ആ അവസ്ഥയാണുള്ളത്. അത്ര ഒത്തിരി സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തോമസ് ചേട്ടാ, മനസ്സിൽ ഇത്രയും കാലമായില്ലേ, കുറേ അധികം സന്തോഷം ഉള്ള നിമിഷങ്ങളും ഉണ്ടാവുമല്ലോ പല രീതിയിലും? തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെയായിരുന്നു? മാധ്യമരംഗത്ത് ഈ ബാസ്ക്കറ്റ് ബോൾ, അതിൽ ഒത്തിരി കളിക്കാർ ദേശീയ അന്തർദേശീയ താരങ്ങളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്കമ്മർക്ക് കഴിഞ്ഞു. അവരെല്ലാം ദേശീയ തലത്തിൽ ആദരിക്കപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇത് കിട്ടിയതാണ്. അവരെല്ലാം പത്രത്തിൽ കൂടെ നമ്മൾ വ്യക്തിപരമായിട്ട് ഓരോ വാർത്തകൾ കൊടുത്ത് പരിചയപ്പെടുത്തി. അവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അത് നമുക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷമുണ്ട്. എൻ്റെ പേര് വെച്ചിട്ടാണ് ആ വാർത്തകളൊക്കെ വന്നിട്ടുള്ളത്. ബോബി, ഈ അടുത്ത ദിവസം നിര്യാന ബോബി മാത്യുവാനെല്ലാം വലിയ സംഭവമായിരുന്നു. ടൂറിസം മേഖലയിലെ കാര്യങ്ങൾ ഒരു പൊതുമധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തോമസ് ചേട്ടൻ കാര്യമായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടായിരുന്നു ഏറ്റവും ആദ്യകാലത്തൊന്നും മറ്റു മാധ്യമങ്ങളില്ലാത്തപ്പോൾ ഞാൻ തന്നെ ഇതുണ്ട്. പൈതൃകമുള്ള ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ടൂറിസം ബിസിനസ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. KCS MLA ആയിരുന്നപ്പം ഈ ശശിപ്പാറ, മറ്റേ അളകാവിരി വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കാഞ്ഞിരക്കൊല്ലിയിലെ ആ സ്ഥലങ്ങളെല്ലാം നമ്മളവിടെ പോയി നേരിട്ട് പോയിട്ട് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അളകാവിരി വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാം ഫോട്ടോ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി ആദരവുകൾ തോമസ് ചേട്ടനെ ഈ കാലയളവിൽ തേടിയെത്തിയിട്ടുണ്ട്. എനിക്ക് പല സംഘടനകൾ, ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്, പിന്നെ കൃഷിയുടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ പയ്യാവൂർ നാളികേര വികസനം അവർ നമ്മളെ ആദരിച്ചായിരുന്നു. പിന്നെ പാർട്ടി, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. തോമസ് ചേട്ടാ, കാർഷിക മേഖലയിൽ സമഗ്രമായി പതിറ്റാണ്ടുകൾ ഇടപെടൽ നടത്തി കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ തോമസ് ചേട്ടനെ കഴിഞ്ഞ ദിവസം പല കർഷക സംഘടനകളും ആദരിച്ചല്ലോ. തോമസ് ചേട്ടാ, ഇനി ഈ പത്രപ്രവർത്തന രംഗത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം ഇത്രയും തകർന്നു പോയൊരു പ്രസ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 2500-3000 പത്രം ഉണ്ടായിരുന്നതാണ് വരിക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. 10000 പത്രം ഉണ്ടായിരുന്നു. സ്കൂളിലും അങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ, കോളേജുകളിലൊക്കെ കൊടുക്കുന്ന പത്രം ഉണ്ടായിരുന്നു. അല്ലാണ്ട് 3000-ഓളം വരിക്കാർ തന്നെ ഉണ്ടായിരുന്നു എനിക്ക്, വിവിധ പത്രങ്ങളിലായിട്ട്. അതൊക്കെ ഇന്ന് 1/3 ചുരുങ്ങി പത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ കടന്നു വന്നപ്പം ഇതെല്ലാം നിന്നുപോയി. ഒരു 40 വയസ്സിന് താഴെയുള്ള ഒറ്റ ആൾക്കാരും പത്രം വായിക്കുന്നുള്ള അഭിപ്രായം എനിക്ക്. ഒരു 10% പേരൊക്കെ കഷ്ടിച്ച് വായിക്കുന്നുണ്ടാവും. മുതിർന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മുതിർന്ന ആൾക്കാരൊക്കെ എല്ലാം സീനിയർ സിറ്റിസണാണ്, എല്ലാം 60, 70, 80 വയസ്സിനൊക്കെ അടുത്ത അങ്ങനെയുള്ള ഒരു ആൾക്കാർ ആ കുടുംബത്തിൽ ഇപ്പോൾ ഒന്നാനെ കാരണവന്മാരേ ഉള്ളൂ വീട്ടിൽ കൂടെ. നമ്മുടെ മലയോര മേഖലയിലെ കാരണവന്മാരേ ഉള്ളൂ. അവരാരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ പേപ്പർ നിന്നുപോയെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രം വരെ പുതിയതായിട്ട് ഒരാൾ ചോദിച്ചു മേടിക്കുന്നില്ല. പത്രത്തിന് വളരെ ഒരു 10 വർഷത്തിനുള്ളിൽ ഇതെല്ലാം നിന്നു പോകുന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത്. പ്രിൻറ്റിങ്, അച്ചടി മാധ്യമങ്ങൾ നിന്നു പോകും. ടൗണിൽ കൂടെയൊക്കെ കൊടുക്കാവുന്ന ആ അവസ്ഥയേ ഉണ്ടാവുള്ളൂ. കടയൊക്കെ വിളിപ്പിലേക്ക് കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. ഏനന്മാരെല്ലാം നിർത്തിപ്പോവും. ഇപ്പം തന്നെ ഏനന്മാർ തന്നെ വളരെ ഇതിലാണ് കൊണ്ടു നടക്കുന്നത്. അടിക്കടി വരുന്ന എണ്ണ വർധനവ് അങ്ങനെ ഇങ്ങനെ. ഇപ്പം വില വർധന വന്നപ്പോൾ തന്നെ ആൾക്കാർ കുറേ പേര് പേപ്പർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭാവിൻ്റെയൊക്കെ തീർന്നതാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ ഇതൊക്കെ നിന്ന് പോകാനാണ് സാധ്യത. മക്കളൊക്കെ എൻ്റെ മക്കൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെ ഞാൻ ഇത് വിതരണം ചെയ്യിപ്പിച്ചു. മൂത്ത മകൻ പ്രിൻസ്, രണ്ടാമത്തെ മകൻ പ്രതീഷ്, മൂന്നാമത്തെ മകൻ പ്രിസ്റ്റിൻ. 3 പേരും പത്രവിനോദ രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു.
എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്ന് മടമ്പത്തേക്കായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ, ഇളയ മകൻ മടമ്പത്ത് കൊണ്ടേ കൊടുക്കുമായിരുന്നു. ഞാനന്ന് കാഞ്ഞിരക്കലിക്ക് പോകുമായിരുന്നു. പിന്നെ പ്രിൻസ് 5000 പൈസക്ക് നടക്കാൻ പ്രാഭാഗത്തിൽ പ്രിൻസ് കൊടുക്കും. പിന്നെ ഒരേ സമയം ഇങ്ങനെ കൊടുത്തുകൊണ്ടായിരുന്നത്. തോമസ് ചേട്ടാ, 7.5 പതിറ്റാണ്ടിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ സന്തോഷവും കയ്പും നിറഞ്ഞ അനുഭവങ്ങൾ പേറിക്കൊണ്ട് തോമസ് ചേട്ടൻ ഇന്നും വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഈ രംഗത്ത് സജീവമായി നിലനിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ മലയോരത്തെ മറ്റൊരു മികച്ച വ്യക്തിത്വവുമായി നമുക്ക് കാണാം.